എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വിലയിടിഞ്ഞ് വെളിച്ചെണ്ണ, കുതിച്ചുയർന്ന് കൃത്രിമ റബ്ബർ. ഇന്നത്തെ അതായത് വ്യാഴാഴ്ച വൈകുന്നേരത്തെ അന്തിമ വില നോക്കാം. വെളിച്ചെണ്ണ വില ഉയർത്താൻ തമിഴ്നാട് ലോബി നടത്തിയ നീക്കങ്ങൾ ഫലം കാണാതെ വന്നതോടെ ഒരു വിഭാഗം വ്യവസായികൾ സ്റ്റോക്കുള്ള എണ്ണ വിറ്റുമാറാൻ നടത്തിയ ശ്രമം വില ഇടിവിന് കാരണമായി. 18 ദിവസമായി കൊച്ചിയിൽ വെളിച്ചെണ്ണ വില സ്റ്റഡിയാണ്. അതേസമയം ഈ കാലയളവിൽ കാങ്കയത്ത് നിരക്ക് പല ആവർത്തി ഉയർന്നു. ഈസ്റ്റർ അടുത്തതിനാൽ അയൽ സംസ്ഥാനത്തെ വിലക്കയറ്റം ഇവിടെ എണ്ണവിലയിൽ പ്രതിഫലിക്കുമെന്ന നിഗമനത്തിലായിരുന്നു. എന്നാൽ കണക്ക് കൂട്ടൽ തെറ്റിയതോടെ മില്ലുകാർ വിൽപ്പനയിലേക്ക് ചുവടുമാറ്റി. കാങ്കയത്ത് എണ്ണവില കിൻഡലിന് 525 രൂപ ഒറ്റയടിക്ക് ഇടിഞ്ഞ് 22,475 രൂപയായി. കൊച്ചിയിൽ നിരക്ക് 26,900 രൂപയാണ്. സ്വാഭാവിക റബ്ബർ വിലയെ മറികടന്ന് കൃത്രിമ റബ്ബർ മുന്നേറി. 2024 ഓഗസ്റ്റിന് ശേഷം ആദ്യമായി പ്രകൃതിദത്ത റബ്ബറിനേക്കാൾ ഉയർന്ന വിലയിൽ കൃത്രിമ റബ്ബർ എത്തി. നമുക്ക് കേരളത്തിലെ ഇന്നത്തെ അന്തിമ വില നോക്കാം. വെളിച്ചെണ്ണ ലിറ്റർ 269 രൂപ, വെളിച്ചെണ്ണ മില്ലിംഗ് 274 രൂപ, കൊപ്ര 154 മുതൽ 156 രൂപ വരെ. കുരുമുളക് വില നോക്കാം. കുരുമുളക് ഗാർബിൾഡ് 709 രൂപ, അൺഗാർബിൾഡ് 689 രൂപ, പുതിയ കുരുമുളക് 679 രൂപ. കുരുമുളക് വിലയിൽ മാറ്റമില്ല. മീഡിയം ചുക്ക് 280 രൂപ, ചുക്ക് ബെസ്റ്റ് 300 രൂപ. അടയ്ക്ക പുതിയത് 380 രൂപ, ജാതിക്ക തൊണ്ടൻ 250 മുതൽ 280 രൂപ വരെ, തൊണ്ടില്ലാത്തത് 550 മുതൽ 600 രൂപ വരെ. ജാതിപത്രി ചുവപ്പ് മഞ്ഞ 1400 മുതൽ 1700 രൂപ വരെ. ജാതി ഫ്ലവർ ചുവപ്പ് 1900 മുതൽ 2200 രൂപ വരെ. ജാതി ഫ്ലവർ മഞ്ഞ 1900 മുതൽ 2250 രൂപ വരെ. റബ്ബർ വില നോക്കാം. RSS ഗ്രേഡ് 5 210 മുതൽ 216 രൂപ വരെ. RSS ഗ്രേഡ് 4 220 രൂപ. ഒട്ടുപാൽ 139 രൂപ. ലാറ്റസ് 144 രൂപ. ഇതാണ് കേരളത്തിലെ അന്തിമ വില. ഇതോടെ വീഡിയോ പൂർണ്ണമാകുന്നു. ലൈക്ക് ചെയ്യാൻ മക്കളെ. താങ്ക് യു.